ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് പ്രിങ്കിൾസ് ബോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ രണ്ട് പ്രിങ്കിൾസ് ബോട്ടിലാണ് ഉള്ളത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ നീളത്തിലുള്ള പ്രിങ്കിൾസ് ബോട്ടിൽ ഒന്ന് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ച് എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാൻ വിട്ടുപോയി. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സ്കെച്ച്, പെൻസിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഷനറി ഹോൾഡറാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ആളെത്തിയിട്ടുണ്ട്, വേദു എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞിട്ട് പിടിവലിയായി. അപ്പോൾ പിന്നെ ഒരുവിധം കോമ്പസൊക്കെ കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് കളർ ചെയ്തെടുക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് എല്ലാത്തിനും ഒരുപോലെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഒരു കോട്ട് അടിച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ട് കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പം ആ ഒരു ഉള്ളിലത്തെ ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് എടുത്ത് കാണിക്കില്ല. അതുകൊണ്ട് 2 തവണ എന്തായാലും നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. എൻ്റെ വർക്ക് കഴിയോളം ആശാൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവൻ എങ്ങോട്ടും പോവില്ല. എൻ്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ തന്നെയായിരിക്കും. അതുവരെ അവൻ്റെ കളിയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടാൽ പിന്നെ എൻ്റെ കൂടെ തന്നെയായിരിക്കും. എൻ്റെ പെയിൻ്റ് എടുക്കലും ഞാൻ എടുക്കുന്ന സംഭവങ്ങളൊക്കെ എടുക്കലൊക്കെ ആയിരിക്കും അവൻ്റെ പരിപാടി. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അത് നമുക്കൊന്ന് സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പസ് വെച്ച് ഞാൻ ആദ്യം സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സത്യം പറയാലോ, ഈ കോമ്പസ് ഒക്കെ പിടിച്ചിട്ട് കാലം കുറേയായി. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്രിപ്പും കിട്ടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നുണ്ട്. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു സർക്കിൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടിയെടുക്കാനും ഇത്തിരി പാട് പെട്ടു. സൈഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ കീറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സർക്കിൾ ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നീറ്റാക്കാൻ വേണ്ടി നമുക്ക് ടിഷ്യൂ വെച്ച് അതൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ആ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ കുറച്ച് ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ച് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വേഗം തന്നെ ഒട്ടിക്കിട്ടും. ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതുപോലെ എഡ്ജസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു 4-5 ടിഷ്യൂ വേണ്ടി വരും നമുക്ക്. അപ്പോൾ ടിഷ്യൂ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഈ രണ്ടെണ്ണം ഒന്നിച്ചാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഈ ഒരു സർക്കിൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ നേരത്തെ പ്രിങ്കിൾസ് ബോട്ടിൽ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുറച്ച് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെറിയ ഫ്ലവേഴ്സും ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓരോ പ്രിങ്കിൾസ് ബോട്ടിലും ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. പിന്നെ കുറച്ച് ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ താഴെ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് അധികം കാണാത്തത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ക്യാമറയ്ക്ക് മുന്നിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലുള്ള കുഞ്ഞു ഫ്ലവറും അതുപോലെ ലീഫും വരച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം വലിയ ഒരു പെർഫെക്ഷനോട് കൂടിയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു മെസ്സിയായിട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത്ര പെർഫെക്ഷനിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഫ്ലവറൊക്കെ വരച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് കമൻറ്റ് എന്ത് തന്നെയാലും അറിയിക്കണം, നന്നായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം. കാരണം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയും നല്ല പോലെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ 3 ബോട്ടിലും അതുപോലെ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ കാർഡ്ബോർഡ് സർക്കിൾ എടുത്ത് അതൊന്ന് പെയിൻറ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പെയിൻറ്റിങ് സ്റ്റേഷനറി ഹോൾഡർ ആയതുകൊണ്ട് തന്നെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ തീം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു തീം ഇഷ്ടമായോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, ഇതുപോലെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ വാരിക്കൂട്ടി മിക്സ് ചെയ്ത് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതും നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്രണ്ടിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് എടുക്കുന്നത് നമ്മളെ ബ്രൗൺ ടാപ്പിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇതൊന്നും നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ബ്രൗൺ ടാപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഒരിക്കലും കളയരുത്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടത് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഫസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ ഗ്ലൂ ആക്കിയതിന് ശേഷം നേരത്തെ കാർഡ്ബോർഡ് സർക്കിൾ അതിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പ്രിങ്കിൾസ് ബോട്ടിൽ ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ പ്രിങ്കിൾസ് ബോട്ടിലിൻ്റെ അടിയിലും നല്ലതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒട്ടി നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ എങ്ങനെയുള്ള ക്രാഫ്റ്റുകളാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.